കുഞ്ഞികൃഷ്ണൻ രചിച്ച നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വൈകിട്ട് നടക്കും. പയ്യന്നൂരിലാണ് പ്രകാശന ചടങ്ങ്. പുസ്തകത്തിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നതായി വി കുഞ്ഞികൃഷ്ണൻ മീഡിയ വണിനോട് പറഞ്ഞു. ബിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജേഷ്, മാറ്റമില്ലാതെ ഇന്ന് തന്നെ പ്രകാശനം നടക്കുമെന്ന് വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കർശന സുരക്ഷയിലാണോ പ്രകാശന ചടങ്ങ് നടക്കാൻ പോകുന്നത്? ദിവ്യ, പയ്യന്നൂരിലുള്ള ഗാന്ധി പാർക്കിലാണ് ഇതിന്റെ പ്രകാശന ചടങ്ങ് നടക്കുക. 4:30 കൂടി പ്രകാശന ചടങ്ങ് നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചടങ്ങിന്റെയോ ഒരു ലക്ഷണങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 80ഓളം വരുന്ന പോലീസുകാരെയാണ് ഇവിടെ ഇതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ ഈ പരിപാടി അലങ്കോലമാക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുണ്ടെന്ന വി കുഞ്ഞികൃഷ്ണന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് പോലീസിനെ സംഭവ സ്ഥലത്ത് നിയോഗിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസിനെ വലിയ തോതിൽ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലടക്കം കാണാം, ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിപാടിക്ക് വന്നവരാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർ പറയുന്നില്ല. പരിപാടി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വേദിയോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ മറ്റൊന്നും ഇവിടെ കാണാനുമില്ല. 4:30 കൂടി ആൾക്കാർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ വെള്ളൂരുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. ഒപ്പം തന്നെ ജോസഫ് സി എവിടെയാണ് നടക്കുന്നത്? പ്രകാശന ചടങ്ങ് നടക്കുന്നത് ഇവിടെയാണ്, പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ്. ഇപ്പോൾ ആ സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, പയ്യന്നൂരിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഈ ഗാന്ധി പാർക്ക്. ഇവിടെ ഒരു വേദിയുണ്ട്. പക്ഷേ ആ വേദിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്ററുകളോ അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സജ്ജീകരണങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. പക്ഷേ ആൾക്കാർ വന്ന് ഈ പാർക്കിനകത്ത് വലിയ തോതിൽ തന്നെ ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. ഒപ്പം തന്നെ പോലീസിനെയും വലിയ തോതിൽ തന്നെ വിന്യസിച്ചിരിക്കുന്നു. ഈ പുസ്തകം ഇറങ്ങുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത്രയും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. വന്നവരടുത്ത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിനായിട്ട് വന്നതാണോ? അതെ, അത് കാണാൻ വേണ്ടി വന്നതാണ്. പയ്യന്നൂരുകാരനാണോ? ഞാനിവിടെ അടുത്ത് തന്നെയാണ്, ഒളവറ ഉടുമ്പന്തല എന്ന് പറയും. CPM-നോട് അനുഭവമുള്ള? അങ്ങനെ ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല. ആര് സത്യം പറയുന്നോ അത് നമ്മൾ നോക്കുന്നു, കാണുന്നു, അതേ ഉള്ളൂ. ഇതിപ്പം ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ നിങ്ങൾക്ക് പരിചയമുള്ളവരാണോ പയ്യന്നൂർ മേഖല എന്നുള്ള? പലരും പല ഭാഗത്തുനിന്ന് ആൾക്കാരുകളാണ്. നിങ്ങൾ പയ്യന്നൂർക്കാരനാണോ? അല്ല, ഞാൻ കണ്ണൂർക്കാരനാണ്. കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ഈ ചടങ്ങിനായിട്ട് വന്നതാണ്. എന്താ സംഭവിക്കാൻ നോക്കാന്ന് വിചാരിച്ചിട്ട് പുസ്തകം എന്തായാലും ഒന്ന് കൈപ്പറ്റണമെന്നുണ്ട്. അതിനുവേണ്ടി മാത്രം വന്ന. പയ്യന്നൂരിൽ നിന്നാണോ? തീർച്ചയായും. CPM പ്രവർത്തകൻ കൂടിയാണോ? പിന്നെ പാർട്ടി ഇതിനോട് വലിയൊരു അനുഭവം കാണിക്കുന്നില്ല. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്താണ്, പാർട്ടി വിരുദ്ധനാണെന്നാണ്. പക്ഷെ അയാളെ പുറത്താക്കിയില്ലാന്ന് പ്രശ്നം. അയാളെ പുറത്താക്കി പാർട്ടി അല്ലെ പുറത്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അയാൾ 10-50 കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ഇന്നലെയും കാണുന്ന മനുഷ്യനല്ല. പാർട്ടി നേതൃത്വത്തിനാണ് ശരിക്കും തെറ്റുപറ്റിയത്. ഒരു മാറ്റമില്ലായിട്ട് ഈ രക്തസാക്ഷി ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള തിരിമറി നടന്നു. കൂടുതൽ കൈയിടുന്നില്ല. കാരണം നമുക്ക് അറിയില്ല, നമുക്കതിനെപ്പറ്റി അറിയില്ല. അത് അയാൾക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷെ വി കുഞ്ഞികൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുഖവിലേക്ക് അയാൾ പറഞ്ഞ കാര്യമാണ്. ഒരു മാറ്റമില്ലായിട്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നു. അയാൾ നേരിട്ട് കാണാൻ ഒരു ബുക്കും മണന്ന് പോകണം. അയാൾ ഇന്ന് എവിടെ? പയ്യന്നൂരിൽ എവിടെയാണ്? ഞാൻ പയ്യന്നൂർ ഇപ്പം മുമ്പ് പയ്യന്നൂരായിരുന്നു താമസം. 1969 പയ്യന്നൂർ കളിച്ചു വളർന്നതാണ് ഞാൻ. ഇപ്പം താമസം എളമ്പച്ചി തെക്കമ്പാട്, തൃക്കരിപ്പൂര്. ദിവ്യ, ഇതൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ഈ പുസ്തകത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ് അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. CPM-നോട് അനുഭവമുള്ളവരുണ്ട്. അല്ലാതെ പുറത്തു നിന്ന് ഈ ചടങ്ങ് ഒന്ന് കാണുന്നതിന് വേണ്ടി, പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങ് എന്തൊക്കെയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ. ഇവിടെ സജ്ജീകരണത്തിന് വേണ്ടിയുള്ള, അതായത് വേദി സജ്ജീകരിക്കാനുള്ള സാധനങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു ഡയസ് ഉണ്ട്. ഒപ്പം തന്നെ കുറേ കസേരകളും മൈക്ക് സെറ്റും ഒക്കെയുള്ള കാര്യങ്ങളാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ ഇതിപ്പോൾ പരിപാടി തുടങ്ങാൻ ഏകദേശം ഒരു അരമണിക്കൂർ കൂടി മാത്രമേ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുക. ഏതായാലും അതിനുവേണ്ട ഒരുക്കങ്ങൾ പരിപാടി വളരെ വിജയകരമായി നടത്തുന്നതിനുള്ള. ദിവ്യ, കേട്ടില്ല, ഒന്നുകൂടി. കുഞ്ഞികൃഷ്ണൻ അവിടെ എത്തിയോ?
വി കുഞ്ഞികൃഷ്ണൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം വെള്ളൂരിലുള്ള വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു 4:30 കഴിയുന്ന ഘട്ടത്തിൽ മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. 4:30 കൂടി എത്തും എന്നുള്ളതാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. ഏതായാലും സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വേദിയിലേക്ക് സ്റ്റേജിനകത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ്. ഡയസുണ്ട്, അതുപോലെ തന്നെ ചെയറും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ആൾക്കാർ വരികയാണ്. നേരത്തെ ഒന്നും ഇത്തരത്തിലുള്ളൊരു സജ്ജീകരണം ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിനകത്ത് CPM-ലെ പയ്യന്നൂർ മേഖലയിൽ നടന്നിരിക്കുന്ന ധനാപഹരണം, അതുപോലെ തന്നെ പാർട്ടിയിലെ വിഭാഗീയത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വി കുഞ്ഞികൃഷ്ണൻ അതിൻ്റെ അനുഭവമുള്ള അല്ലെങ്കിൽ അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി അറിയുന്ന, അന്ന് ഈ കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്തിരുന്ന വി കുഞ്ഞികൃഷ്ണൻ അതിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഈ പുസ്തകത്തിനകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആ കണക്കുകളെക്കുറിച്ചും അതിനകത്ത് നടന്ന പറഞ്ഞതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നു. അതിന്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിലും എന്താണ് ആ പുസ്തകത്തിൽ ഉള്ളത്?